കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് നൽകിയല്ലോ. അവിടുത്തെ കരുണയ്ക്കും കരുതലിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ മൈൻഡിനോട് പറയണം സ്വസ്ഥമായിരിക്കാൻ. കാരണം ഉപകാരം ചെയ്ത ഒരു ദൈവമുണ്ട്. അതിൻ്റെ അർത്ഥം വീണ്ടും ദൈവം ഉപകാരം ചെയ്യും. സങ്കീർത്തനക്കാരൻ മറ്റൊരിടത്ത് പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ മറക്കരുത്. അപ്പോൾ ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ മൈൻഡ് ഇളകി മറിയുമ്പോൾ, തിരകൾ പോലെ തള്ളി പുറത്തു വരുമ്പോൾ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പറയണം, എൻ്റെ മനസ്സ് നീ ശാന്തമാകണം. കഴിഞ്ഞ നാളുകളിൽ ഉപകാരം ചെയ്ത ദൈവം വീണ്ടും ഉപകാരം ചെയ്യും. അപ്പോൾ അവിടെ ഒരു ക്ലാസ് 103 എൻ മനമേ യഹോവയെ വാഴ്ത്തണം, ഉപകാരങ്ങൾ മറക്കരുത്. മറ്റിടത്ത് പറയുന്നു, നീ കണ്ണാലെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മറക്കരുത്. നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കരുത്. മറന്ന അന്യ ദൈവങ്ങളിലേക്ക് പോകരുത്, മറക്കരുത്. ദൈവത്തെ ഓർക്കണം. ഒരാൾ നമ്മളെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ, കാറിലോ മറ്റു വാഹനങ്ങളിലോ എത്തിക്കുമ്പോൾ നമ്മളവർക്ക് നന്ദി എന്ന് പറയാറില്ലേ? സാധാരണ താങ്ക്സ് എന്ന് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട്. നമ്മളും പറഞ്ഞിട്ട് നമ്മളോടും പറഞ്ഞിട്ട്. പക്ഷേ ദൈവം ഓരോ ദിവസവും നടത്തിയെങ്കിൽ നന്ദി പിതാവേ എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. പാപത്തിൽ നിന്ന് കർത്താവ് നമ്മളെ മോചിപ്പിച്ചില്ലേ? പിശാചാവകാശവാദം പറഞ്ഞെനിക്കുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ കാൽവറിയിൽ അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്ന, തിരുശരീരം കീറി മുറിക്കപ്പെട്ട, തലയിൽ വലിയ കിരീടം, മുള്ളുകൊണ്ടുള്ള കിരീടം അടിച്ച് കയറ്റി നിരത്തിലൂടെ വലിച്ചിഴച്ച് മുഖത്ത് തുപ്പി, കണ്ടാൽ ആളറിയാതെ വണ്ണം ആ രൂപം വിരൂപമായില്ലേ, വികൃതമായി തീർന്നില്ലേ? എന്തിനാ? നമ്മളെ നേടേണ്ടതിനല്ലായിരുന്നോ? ആ ഉപകാരമല്ലേ ഏറ്റവും വലിയ ഉപകാരം. നന്ദി പറയാറുണ്ടോ? ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും അത് ഓർക്കാറുണ്ടോ? യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നോ നമുക്ക്? സമ്പത്ത് കൊണ്ട് ഈ കൃപ നമുക്ക് നേടാൻ പറ്റില്ല. കുടുംബമഹിമ കൊണ്ടും പാരമ്പര്യം കൊണ്ടും പറ്റില്ല ഇത് കേട്ടോ. ഏറ്റവും വലിയ ഉപകാരം കാൽവറിയിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച അവസാനത്തെ രക്തമൂറ്റിത്തന്ന, സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ സ്നേഹം ഓർത്ത് നന്ദി പറയണം. ആ രക്തത്താൽ ഇന്ന് പകലും ഒരു ശുദ്ധീകരണം പ്രാപിക്കണം. ആ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയം എല്ലാ ദിവസവും ഉണ്ടാകും. എല്ലാ ദിവസവും ക്രൂശിനെ ഒന്ന് ധ്യാനിക്കണം. ധ്യാനിച്ചാൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റില്ല കേട്ടോ. അകലം വിട്ടുപോകാൻ പറ്റില്ല. ആർക്കും നമ്മളോട് ദയ തോന്നാതിരുന്നപ്പോൾ എൻ്റെ യേശു അലറിക്കരഞ്ഞില്ലേ ക്രൂശിൽ കിടന്നുകൊണ്ട്? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടതെന്താ? സ്വർഗം പോലും മൗനമായിരുന്ന ചില സമയങ്ങൾ. കാരണം നമ്മളെ ഓർത്തത് കൊണ്ട്. പുത്രനെ തള്ളിക്കളഞ്ഞതല്ല. ഒരു വലിയ സമൂഹത്തെ ദൈവത്തിന് വേണം. ശിക്ഷാവധിക്ക് വിധിക്കപ്പെട്ട് പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് മാറ്റപ്പെട്ട, ശാപം പേറിയ ഒരു സമൂഹത്തെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നിത്യ രാജ്യത്തിന് അവകാശികളാക്കി തീർത്ത ആ പിതാവിൻ്റെ സ്നേഹം നമ്മളൊന്ന് ഓർക്കണമേ. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ 21:1
അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. നമുക്കറിയാം, ഉയർപ്പിന് ശേഷം ആദ്യം മഗ്ദൽ മറിയയ്ക്ക് പ്രസിദ്ധമായി വെളിപ്പെട്ട യേശു, പരസ്യമായി വെളിപ്പെട്ട യേശു, ഉയർത്തെഴുന്നേറ്റാദ്യം മഗ്ദൽക്കാരി മറിയയ്ക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത്. എന്താണെന്നറിയാമോ? യേശുവിൻ്റെ കൂടെ നടക്കുവാൻ, യേശു അവളെ വിടുവിച്ച സമയം മുതൽ യേശുവിനെ വിട്ടുപിരിഞ്ഞിട്ട് അവൾക്ക് ഒരു നിമിഷം പോലും നിൽക്കുവാൻ കഴിഞ്ഞിട്ടില്ല. നോക്കൂ, യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷവും ഇരുട്ടുള്ളപ്പോൾ, റോഡ് അവിടെ ഇല്ല, 2022 പരം വർഷങ്ങൾക്ക് മുമ്പ് സെമിത്തേരിയിലേക്കാണ് പോകേണ്ടത്. സാധാരണ സ്ത്രീകൾ ആ സമയത്ത് നടക്കത്തില്ല. പക്ഷേ യേശുവിനോടുള്ള ആ സ്നേഹം വന്നപ്പോൾ ഭയത്തിൻ്റെ ശക്തികൾ എടുത്തു മാറ്റപ്പെട്ടു. അവൾ വില കൊടുക്കാൻ തയ്യാറായി. സെക്യൂരിറ്റികളെയല്ല അവൾ നോക്കിയത്, അവിടെ വാക്തത്വത്തെ ഒന്ന് കാണണം, അരുമനാഥനെ ഒന്ന് കാണണം, തന്നെ വിടുവിച്ചവനെ ഒന്ന് കാണണം. കല്ലറ കാണാൻ പോയവളെ കല്ലറയല്ല കാണിച്ചത്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് തന്നെ ഡയറക്റ്റ് ഇടപെടുന്നു. ഈ പകൽ ദൈവാത്മാവ് ചില വ്യക്തികളെ നോക്കി പറയുന്നു, നിന്റെ വാക്തത്വം ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. നിന്റെ വാക്തത്വം നടക്കുന്നത് കാണാൻ പറ്റും. യേശുവിൻ നാമത്തിൽ നീ പ്രതിസന്ധികളെ അവഗണിച്ച് പ്രാർത്ഥിച്ചതും പ്രശ്നങ്ങളുടെ നടുവിൽ ഇടിവിൽ നിന്നതും ആത്മാവിൽ നീ നടന്നതും ദൈവം മറന്ന് കളയത്തില്ല. നിന്റെ വാക്തത്വം എഴുന്നേൽക്കാൻ പോകും യേശുവിൻ നാമത്തിൽ. ഇവിടെ എഴുതിയിരിക്കുന്നു, അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർക്ക് പ്രത്യക്ഷനാകുകയാണ്. വീണ്ടും നേരത്തെ ആയി പലയിടത്ത് നമുക്കറിയാം. അതിലേക്കല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പത്രോസ് ഉൾപ്പെടെയുള്ളവർ വീണ്ടും പഴയ പണിക്ക് പോയി, മീൻ പിടിക്കാൻ പോയി. കർത്താവിൻ്റെ കൂടെ നടന്നിട്ടും കർത്താവിനെ അറിഞ്ഞിട്ടും രുചിച്ചിട്ടും തൊട്ടിട്ടും അവർ വീണ്ടും പോയപ്പോൾ എൻ്റെ യേശുവിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. യേശു അവിടെ പ്രത്യക്ഷമാകുകയാണ്. ഇന്നു പകലിലും പിറുപിറുത്തിട്ടോ, സംശയിച്ചിട്ടോ, അവിശ്വസിച്ചിട്ടോ, പ്രാർത്ഥനയിൽ മടുത്തിട്ടോ നിന്റെ ഹൃദയം തകർന്നു പോയെങ്കിലും ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ അടുത്തേക്ക് യേശു വരികയാണ്. നിന്നെ അവിടുന്ന് കൈവിടില്ല. നീ കടലിലേക്ക് പോയാലും കരയിൽ നിനക്ക് വേണ്ടി കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. നീ മാറിപ്പോയാലും മാറിപ്പോകാത്ത കർത്താവ്, നീ മറന്നുപോയാലും മറന്നു പോകാത്ത കർത്താവ്, നീ സംശയിച്ചാലും നിന്നെ മാർവോടെ ചേർത്ത് നിൽക്കുന്ന കർത്താവ് ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, ഇനി നടക്കത്തില്ലെന്നും. അവർ പോകാനുള്ള കാര്യം നമുക്കറിയാമല്ലോ. അവരെല്ലാം കൂടി ഒരു തീരുമാനമെടുത്തു. ഞാൻ മീൻ പിടിക്കാൻ പത്രോസ് ആദ്യം പറഞ്ഞത്, ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. എല്ലാവരും കൂടെ പോവുകയാണ്. വലിയൊരു ചേഞ്ച് അവർക്ക് വരിക. ആ സമയത്ത് അവരുടെ ഹൃദയം പിശാച് അപഹരിച്ചുകൊണ്ട് പോയി. പക്ഷേ യേശുവിൻ്റെ കൂടെ നടന്ന തൻ്റെ വ്യക്തിത്വങ്ങളെ അവരുടെ നിർണായക ഘട്ടത്തിൽ അവരെടുക്കുന്ന ചില ഡിസിഷൻ ശരിയല്ലാതിരിക്കുമ്പോഴും അവരുടെ അടുത്തേക്ക് ചെല്ലുന്ന സ്വർഗം ഇന്ന് പകൽ അഭിഷക്തന്മാരോടും ദൈവദാസിമാരോടും ഞാൻ വിളിച്ചു പറയുന്നു, പല ഡിസിഷനുകളും തെറ്റിപ്പോയി പരാജയപ്പെട്ടെങ്കിലും, അവിടെ ഒന്നും കണ്ടില്ലെങ്കിലും, നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഒരു കർത്താവിനെയല്ല സേവിക്കുന്നത്. അവിടുത്തെ ശക്തി ഇന്ന് പകൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുക, ആ കരുതൽ കാണാൻ പോകുക, ആ വിടുതൽ കാണാൻ പോകുക, ആ അനോയിന്റിങ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുക, ആ ദൈവശക്തി നിങ്ങൾ തിരിച്ചറിയാൻ പോകുക. പ്രൈസ് ഗോഡ്. നീ പറഞ്ഞിട്ടല്ല യേശുവോടെ വന്നത്. നീ പരാജയപ്പെടുമെന്നും നിന്റെ കൈകൾ കുഴയുമെന്നും നീ തളരുമെന്നും അകത്ത് നിരാശ വരുമെന്നും കണ്ടിട്ട് നീ പറയാതെ തന്നെ നിന്റെ അടുക്കലേക്ക് കർത്താവ് വരികയാണ്. പലരും പരാജയപ്പെട്ടില്ലേ? നിന്റെ തലമുറയുടെ വിഷയം പരാജയമെന്ന് നീ പറഞ്ഞില്ലേ?
ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തമായി ഡിസിഷൻ എടുത്ത ചിലരില്ലേ, അവിടെയും പരാജയത്തിൻ്റെ കണക്കുകളല്ലേ പറയാൻ പറ്റുന്നു. പക്ഷേ ഇന്ന് പകൽ ആ പരാജയത്തെ മാറ്റാൻ, രാത്രിയിൽ നീ പരാജയപ്പെട്ടെങ്കിൽ പ്രഭാതത്തിൽ ഒരുവൻ വരുന്നു. നമുക്കറിയാം ഗന്നസരേ തടാകത്തിൽ പത്രോസേ, ആ അനുഭവം നിനക്കില്ലേ? അവിടുന്ന് അവിടെ നിന്നെ കൈവിട്ടോ? അവിടെ നിന്നെ ഉപേക്ഷിച്ചോ? രാത്രിയിൽ നീ ശൂന്യമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നോക്കിയതല്ലേ? അവിടെ പ്രഭാതത്തിൽ വന്ന് നിന്റെ പടകിനെ നിറച്ചവൻ. ഹല്ലേലൂയ. ഇവിടെയും കണ്ടോ, പുലർച്ചയായപ്പോൾ യേശു കരയിൽ വന്ന് നിൽക്കുകയാ. രാത്രിയിൽ പരാജയം, നീ എടുത്ത ഡിസിഷനിൽ പരാജയം, ചില രാത്രികളുടെ പരാജയങ്ങൾ പകലിൻ്റെ വിജയമാക്കി മാറ്റാൻ നിന്റെ അടുത്തേക്ക് ഒരുവൻ വന്നിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥന റൂമിനകത്തേക്ക് വന്നിട്ടുണ്ട്. നിന്റെ കുടുംബജീവിതത്തിൽ വന്നിട്ടുണ്ട്. നിന്റെ തലമുറകളിലേക്ക് വന്നിട്ടുണ്ട്. നിന്റെ മിനിസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. യേശുവിൻ നാമത്തിൽ പുലർച്ചെ ഒരുവൻ വന്നിട്ടുണ്ട്. ആ പ്രത്യക്ഷത മടക്കി നൽകുന്നത്, ആ പ്രത്യക്ഷത നിന്റെ വിഷയത്തിൽ നീ ചോദിക്കാത്ത വിടുതൽ നൽകുന്നതാ. ആ പ്രത്യക്ഷത നിന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതാ. അതിനുവേണ്ടി യേശുവിടെ വന്ന്, പത്രോസേ, ഇനി നീ ഇങ്ങനെ പോവില്ല. നീ എൻ്റെ ആടുകളെ മേയ്ക്കാൻ, നീ എൻ്റെ കുഞ്ഞാടുകളെ പാലിക്കാൻ. നോക്കൂ, ലാസ്റ്റ് ചോദ്യത്തിന് പത്രോസ് ദുഃഖിച്ചിട്ട് പറയുക, കർത്താവേ, നീ സകലം അറിയുന്നു, അറിയുന്നവനാ വന്ന് നിൽക്കുന്നേ. എൻ്റെ ചിന്ത അറിയുന്ന, എൻ്റെ വിചാരം അറിയുന്ന, എൻ്റെ ഭാവി അറിയുന്ന, എൻ്റെ മിനിസ്ട്രി അറിയുന്ന, എൻ്റെ തലമുറകളെ അറിയുന്ന ഒരുവൻ അപ്രത്യക്ഷനായി തിബരിയാസിൽ നിൽക്കുന്നത്, നിനക്കറിയാത്തത് അറിയാവുന്ന, നീ ചിന്തിക്കാത്തതൂടെ മനസ്സിലാക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ. എന്നിട്ട് പത്രോസിനോട് പറയുക, ഇനി നിൻ്റെ ഇഷ്ടത്തിന് പോകാൻ പറ്റില്ല. മറ്റൊരുവൻ നിൻ്റെ അരകെട്ടും. ഞാനൊരു ആത്മീയ വെളിപ്പാട് പറയാം. പരിശുദ്ധാത്മാവ് നിൻ്റെ അരകെട്ടും. പരിശുദ്ധാത്മാവ് നിൻ്റെ അരകെട്ടിയാൽ പരിശുദ്ധാത്മാവാണ് നിന്നെ നയിക്കുന്നത്. നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോകാൻ പറ്റില്ല. അവിടെ എഴുതിയിരിക്കുന്നു, മറ്റൊരുവൻ നിൻ്റെ അരകെട്ടി. ഇഷ്ടമുള്ളിടത്തേക്ക് നീ നടന്ന ഒരു സമയമുണ്ട്. പക്ഷേ മറ്റൊരുത്തൻ നിൻ്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക്, നീ ചിന്തിക്കുന്നിടത്തേക്കല്ല പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുപോകുന്നത്. നിനക്കിഷ്ടമില്ലാത്ത ഒരിടത്തേക്ക് അരകെട്ടി ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി നിന്നെ ഉപയോഗിച്ച് ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ കൃപയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് നിന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. ആ ഒരു പ്രത്യക്ഷതയാണ് തിബരിയാസിൽ നടന്നത്. മനസ്സിലായോ? നിന്റെ മിനിസ്ട്രിയെ മാറ്റുന്ന, നിന്റെ പ്രാർത്ഥന തലങ്ങളെ മാറ്റുന്ന, നിന്റെ തലമുറകളെ ചേഞ്ച് ചെയ്യുന്ന മറ്റൊരു തലം വെളിപ്പെടാൻ ഇന്ന് പകൽ കർത്താവിൻ്റെ പ്രസൻസ് നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറയൂ. നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നു. സ്തോത്രം. ആ ഒരു വിടുതൽ ഇന്ന് പകൽ ഇവിടെ സംഭവിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ പരാജയപ്പെട്ടപ്പോഴും, ഞങ്ങൾ അവിശ്വസിച്ചപ്പോഴും, ഞങ്ങളുടെ ഡിസിഷൻ ഞങ്ങളെ തകർച്ചയിലേക്ക് കൊണ്ടുപോയപ്പോഴും പുലർച്ചെ പ്രത്യക്ഷനായി ഞങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി. കാരാഗ്രഹത്തിൽ പോയാലും മരിക്കില്ല എന്ന് പറഞ്ഞ പ്രവചന ദൂത് നീ വയസ്സനായതിനു ശേഷമേ അതൂടെ കേൾപ്പിച്ച് അടുത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോയ ദൈവ മഹത്വം ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. രോഗികൾ സൗഖ്യമാകട്ടെ, ആത്മാവിൻ്റെ പ്രവൃത്തി വരട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. കർത്താവേ, പരാജയങ്ങൾ വിജയമാക്കാൻ അങ്ങയുടെ പ്രസൻസ് ഞങ്ങളുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയരേ, പരിശുദ്ധാത്മാവ് നമുക്ക് ഇന്ന് പകലിലും വെളിപ്പെട്ട് തരിക. ചിലത് വെളിപ്പെടുത്താൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി, ശക്തീകരിക്കാൻ അവിടുന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.